ബാല്യത്തിൻ്റെ ഓർമ്മകളിൽ ഇന്നും ആ മരങ്ങളുണ്ട്. നീണ്ട വേനലവധിക്ക് സ്കൂൾ അടച്ച് ഞങ്ങൾ വിരുന്ന് ചെല്ലുന്നതും കാത്ത് അമ്മ വീടിൻ്റെ വഴിയോരങ്ങളിൽ നിലത്ത് തണൽ വിരിച്ചും മുകളിൽ മധുരം നിറച്ചും കാത്തു നിന്നിരുന്ന ആ മരങ്ങൾ. നേർത്ത കാറ്റിൽ പൂങ്കുലകൾ മെല്ലെ ഇളക്കി അവ ഞങ്ങളെ സ്വാഗതം ചെയ്യാറുണ്ടായിരുന്നു. വണ്ടും മൂളിപ്പറക്കുന്ന തേനീച്ചകളും മരത്തിനെ വലം വെച്ച് നടക്കുന്ന പാപ്പാത്തികളും അപ്പോഴെല്ലാം ആ മരത്തിൻ്റെ പൂങ്കുലകളിൽ സ്വകാര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാവും. അടിക്കാട് വെട്ടിത്തെളിച്ച ആ മരങ്ങളുടെ ചുവട്ടിൽ തണൽ ഒളിച്ചു നിൽക്കുന്നുണ്ടാവും. മരത്തിൽ നിന്ന് വീണ പഴുത്ത് പാകം വന്ന പഴങ്ങൾ കരിയിലകളിൽ മൂക്കുകുത്തി വീണതിൻ്റെ വേദനയിൽ വ്യസനിച്ച് നിൽക്കും. മണിയനീച്ചകൾ അവരുടെ സങ്കടക്കണ്ണീരിൽ മനസ്സ് നൊന്ത് അവരെ ആശ്വസിപ്പിക്കാൻ പാട്ട് പാടുന്നുണ്ടാവും. ഓട്ടവേൽ നാളത്തിൽ വെറുതെ നൃത്തം ചെയ്യുന്ന നൊയമ്പിൻ കൂട്ടങ്ങൾ ഞെട്ടറ്റ് വീണൊരു പഴത്തിൻ്റെ ഓളത്തിൽ ആട്ടം നിർത്തി എങ്ങോ മറയും. വഴിക്കിരുവശവും നിരയായി നിന്നിരുന്ന ആ മരങ്ങൾ കശുമാവിൻ മരങ്ങളായിരുന്നു. ആ മരങ്ങളിൽ നിറയെ തടിച്ച് മിനുസമുള്ള മേനിയും മഞ്ഞയും ചുവപ്പും നിറവുമുള്ള കശുമാങ്ങകളായിരുന്നു. മരച്ചില്ലകളിൽ അവ തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സ്കൂൾ പഠിക്കലെ ഐസ് വിൽപ്പനക്കാരനെ ഓർമ്മ വരും. അയാളുടെ ഐസ് പെട്ടിയിലും അങ്ങനെയാണ്. എത്ര എടുത്താലും തീരാത്ത മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള മധുരമുള്ള ഐസുകൾ. കയ്യെത്തും ദൂരത്തിലുള്ള പാകമായ പഴങ്ങളിലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ നോട്ടം. അവയെ പറിച്ചെടുത്ത് അതിൻ്റെ വിത്തിനെ അടർത്തി മാറ്റി നീരൂറ്റി കുടിക്കണം. ഉടുത്തിരിക്കുന്ന വേഷത്തിൽ കറ പറ്റാതെ അത് കുടിക്കുക എന്നത് ഒരു സാഹസം നിറഞ്ഞ പരിപാടിയാണ്. ഞങ്ങൾ അത്ര സാഹസക്കാരല്ലാത്തത് കൊണ്ട് തന്നെ വേഷങ്ങളെല്ലാം അളവും വലിപ്പവും കൃത്യമല്ലാത്ത വെച്ചുകെട്ടലുകളായിരുന്നു. പിന്നീടാണ് താഴെ വീണ പഴുത്ത പഴങ്ങളിലെ വിത്തുകൾ ശേഖരിക്കുന്ന പണി. അതിന് പ്രത്യേകം പാത്രങ്ങളുണ്ടായിരുന്നു. പഴുത്ത കമുങ്ങിൻ പാള കൊണ്ട് മുത്തശ്ശൻ കുത്തിത്തന്ന പാളക്കുട്ടകൾ. വീതിയുള്ള പാളകളെ മടക്കി മുളയാണി തറച്ച് പിടിക്കാൻ ഒരു വള്ളിയും വെച്ച് ഉണ്ടാക്കിത്തരുന്ന അതിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കശുമാവ് പൂക്കുന്ന കാലത്ത് മാത്രമല്ല വീട്ടിൽ പല്ല് തേക്കുന്ന ഉമിക്കരി ഇട്ട് വെക്കുന്നതും വെള്ളം കോരുന്ന തൊട്ടിയായുമൊക്കെ ഈ പാളക്കുട്ടകൾ ഉപയോഗിച്ചിരുന്നു. വെയിലിന് കനം വന്ന് മൂക്കിൻ തുമ്പുകളിൽ വിയർപ്പ് പൊടിയുമ്പോൾ മടങ്ങാനുള്ള സമയമായിട്ടുണ്ടാവും. തിരിഞ്ഞു നടക്കുമ്പോഴാണ് അത് ഓർമ്മ വരിക. വൃത്തിയുള്ള തേക്കിലയിൽ 2 മൂപ്പെത്തിയ പഴങ്ങൾ പൊതിഞ്ഞെടുക്കും. കഴുകി മുറിച്ച് ഉപ്പും മുളകും ചേർത്ത് കഴിക്കാൻ നല്ല രസമാണത്രേ അതിന്. അതെ, നല്ല രസമായിരുന്നു അതിന്.